തിരിമറി നടന്നിട്ടുള്ള 135 184 കോടി രൂപ ആണെന്നാണ് ഇപ്പോൾ കോടതിയിൽ SFI സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് SFIയുടെ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ഇനിയും റിപ്പോർട്ട് പുറത്തു വന്നാലല്ലേ പറയാൻ കഴിയും. ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതിനകത്ത് എനിക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ എനിക്ക് ലിബർട്ടിയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് ഹൈക്കോടതി എനിക്ക് തന്നിട്ടുള്ള ലിബർട്ടിയാണ്. എനിക്ക് ആ വിഷയത്തിൽ ഡിസ്ചാർജ്മെന്റ് ഓഫ് അസറ്റ്സ്, അതുപോലെ മറ്റ് ഏജൻസികളുടെ അന്വേഷണം ഇതിനകത്ത് ആവശ്യമാണെങ്കിൽ അതിനുവേണ്ടിയുള്ള എനിക്ക് കോടതി സമർപ്പിക്കാൻ കഴിയും. മാത്രമല്ല ഇതിന്റെ ഒന്നും ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നതാണ് എന്റെ വിശ്വാസം. നമസ്കാരം. SFI തങ്ങളുടെ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നുവെന്ന് പരാതിക്കാരനായ ഷോൺ ജോർജ്. മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരായ കേസിൽ 2025 തന്നെ തീർച്ചയായും മുഖ്യമന്ത്രിയും മകൾ വീണ വിജയനും അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും ഷോൺ ജോർജ് കൂട്ടിച്ചേർത്തു. SFIയുടെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് തടഞ്ഞുകൊണ്ട് ദില്ലി ഹൈക്കോടതിയിൽ നടന്ന കേസ് മാത്രമാണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത്. ഡിസംബർ മാസത്തിൽ ഈ വാദം കേട്ട കേസിന്റെ ജഡ്ജ്മെന്റ് ഈ മാസം വരുമെന്നും ആ വിധി CMRLന് പ്രതികൂലമാകുമെന്നും ഷോൺ ജോർജ് പറയുന്നു. 184 കോടി രൂപയുടെ തിരിമറി നടന്നതായിട്ടാണ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ തന്നെ അറിയാനാകുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അതായത് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, താങ്കൾ പോരാട്ടം നടത്തുന്ന ഈ മാസപ്പടി കേസിൽ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. എന്താണ് താങ്കൾക്ക് ഇപ്പോൾ പറയാനുള്ളത്? തീർച്ചയായും ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഈ കേസില് കൃത്യമായ അന്വേഷണം നടന്നിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് ഡയറക്ടർക്ക് SFIയുടെ അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുന്നതിനും ഡൽഹി ഹൈക്കോടതിയിൽ CMR കൊടുത്ത കേസ് തടസ്സമായിരുന്നു. ഇപ്പോഴും ആ കേസ് തന്നെയായിരുന്നു തടസ്സമായിട്ട് നിന്നത്. കഴിഞ്ഞ മാസം 23-ാം തീയതി, ഈ മാസം ഡിസംബർ മാസം 23-ാം തീയതി ആ കേസ് ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചു. ആ കേസിന്റെ വിശദമായ വാദം ഇരുഭാഗങ്ങളിൽ നിന്നും വാദം കേട്ടു. അതിനുശേഷം ആ കേസിന്റെ ജഡ്ജ്മെന്റിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ്. ആ ജഡ്ജ്മെന്റ് വരുമ്പോൾ എനിക്ക് 100% ഉറപ്പുണ്ട് ആ കേസ് CMR കൊടുത്തിട്ടുള്ള ആ കേസ് തള്ളുമെന്ന് തന്നെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ആ കേസ് തള്ളിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിന്റെ പ്രോസിക്യൂഷൻ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് SFIക്ക് നിയമ തടസ്സങ്ങൾ ഇല്ലാതെ തന്നെ കടക്കാൻ കഴിയും. അതിനകത്ത് എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. പക്ഷെ നേരത്തെ താങ്കൾ നൽകിയ ഇന്റർവ്യൂവിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം, SFIക്ക് 8 മാസമാണ് കാലാവധി കൊടുത്തിരിക്കുന്നത്. ആ 8 മാസം സെപ്റ്റംബറിൽ കഴിയും. അതിനു മുമ്പായിട്ട് പിണറായി വിജയനും മകളും ജയിലിലാകും എന്നുള്ള ഒരു കാര്യമാണ് താങ്കൾ പറഞ്ഞത്. എന്റെ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. കേസന്വേഷണം അവസാനിപ്പിക്കുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും. പക്ഷേ സെപ്റ്റംബർ മാസം ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട കാലാവധിക്കുള്ളിൽ തന്നെ ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് തടഞ്ഞുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ വന്ന കേസ് മാത്രമാണ് ഇപ്പോഴും തടസ്സമായി നിന്നിട്ടുള്ളത്. സ്വാഭാവികമായും ഇന്ത്യയിലെ ഒരു അന്വേഷണ ഏജൻസി എന്ന നിലയിൽ കോടതിയുടെ വിധികളെ മാനിക്കാൻ ബാധ്യതയുള്ള അന്വേഷണ ഏജൻസി എന്ന നിലയിൽ എനിക്ക് പരിമിതികളുണ്ട്. ഇനിയും തടസ്സപ്പെടുത്താം. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും കോടതി ഇടപെടലുണ്ടായാലും തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. അതിന് അന്വേഷണ ഏജൻസിയെ കുറ്റം പറയാൻ കഴിയുമോ? അന്വേഷണ ഏജൻസിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? അവർ അന്വേഷിക്കുക, ആ റിപ്പോർട്ട് സമർപ്പിക്കുക. അവർ അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് SFI ഡയറക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ആ റിപ്പോർട്ട് കോടതി വിധി അനുകൂലമായി ഉണ്ടായാൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ SFI ഡയറക്ടർ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിലേക്ക് ഇതിന്റെ പ്രോസിക്യൂഷൻ അനുമതിയാണ് മേടിക്കേണ്ടത്. ആ ജോലികൾ കൃത്യമായി തന്നെ നടക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ പൊതുപ്രവർത്തകനാണ് ഞാൻ. ഇപ്പോൾ അവർ SFI കൊടുത്ത റിപ്പോർട്ടിൽ നേരത്തെ 135 കോടി രൂപയുടേതാണ് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പാകെ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. ഈ പലർക്കായി കൊടുത്തു എന്ന് പറയുന്നത്. ഇപ്പം 185 കോടി രൂപയാണ് കൊടുത്തത് എന്നാണ് പറയുന്നത്, ഈ 2016 മുതൽ 2019 വരെ. ഇതിൽ പിണറായി വിജയൻ എത്ര രൂപ കൈപ്പറ്റി എന്ന് പറയുന്നത്? ഇപ്പൊ നമുക്ക് റിപ്പോർട്ട് വന്നാൽ മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ തിരിമറി നടന്നിട്ടുള്ള 135 184 കോടി രൂപ ആണെന്നാണ് ഇപ്പൊ കോടതിയിൽ SFI സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് SFIയുടെ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ഇനിയും റിപ്പോർട്ട് പുറത്തു വന്നാലല്ലേ പറയാൻ കഴിയും. ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതിനകത്ത് എനിക്ക് ക്ലെയിം ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ എനിക്ക് ലിബർട്ടിയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് ഹൈക്കോടതി എനിക്ക് തന്നിട്ടുള്ള ലിബർട്ടിയാണ്. എനിക്ക് ആ വിഷയത്തിൽ ഡിസ്ചാർജ്മെന്റ് ഓഫ് അസറ്റ്സ്, അതുപോലെ
മറ്റ് ഏജൻസികളുടെ അന്വേഷണം ഇതിനകത്ത് ആവശ്യമാണെങ്കിൽ അതിനുവേണ്ടിയുള്ള എനിക്ക് കോടതിയെ സമീപിക്കാൻ കഴിയും. മാത്രമല്ല ഇതിന്റെ ഒന്നും ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നതാണ് എന്റെ വിശ്വാസം. ഇപ്പൊ താങ്കളുടെ വിശ്വാസത്തിൽ ഈ 2025 പുതുപ്പിറവിയാണ്, ഈ വർഷം ആ സംഭവം നടക്കുമോ? അതായത് താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം കൃത്യമായി അല്ല, തെളിവുകൾ വീണ ഞാൻ ജോർജിനെതിരെ പറയില്ലേ, ഉണ്ട്, പിണറായി വിജയനെതിരെ ഉണ്ട്. വീണ വിജയനെയും പിണറായി വിജയനും എതിരെ കൃത്യമായ തെളിവുകളുണ്ട്, ഉം. അല്ലെങ്കിൽ അവർ കുറ്റക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്വേഷണ ഏജൻസിയുടെ ഉത്തരവുണ്ട്. നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഒരു ഓവറായി നമ്മൾ പറയുന്നതും സംസാരിക്കുന്നതും ശരിയല്ല. അപ്പൊ അത് നിയമത്തിന്റെ വഴിക്ക് വരട്ടെ. കുറ്റക്കാർ ഈ വിഷയത്തിൽ, ഞാൻ ഇതേ പറയുന്നത്, കുറ്റക്കാർ ഈ വിഷയത്തിൽ ശിക്ഷിക്കപ്പെടും. അത് പിണറായി വിജയനും മകളും ഈ കാര്യത്തിൽ കുറ്റക്കാരാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അവരെ ഈ വർഷം എന്തായാലും അറസ്റ്റിൽ ഉണ്ടാവും എന്ന് അങ്ങ് വിശ്വസിക്കുന്നു പൂർണ്ണമായിട്ടും? തീർച്ചയായിട്ടും. അപ്പം ഈ പുതുവർഷ പുലരിയിൽ താങ്കൾക്ക് എല്ലാ ആശംസകളും നേരുന്നു.